മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10:30 വരെ വട്ടിയൂർക്കാവ് നെട്ടയത്തെ വസതിയിലും തുടർന്ന് KPCCയിലും പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെയാകും സംസ്കാരം നടക്കുക. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ആടിയുലഞ്ഞ കോൺഗ്രസിൽ ഗ്രൂപ്പിനതീതമായി സൗമ്യതയുടെ മുഖവുമായി പ്രവർത്തിച്ച നേതാവ് കുര്യനാട്ടെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പിന്നെ 5.5 വർഷക്കാലം കൊല്ലം DCC അധ്യക്ഷൻ. 1962 KPCC അംഗമായി. 1998-ലും 2004-ലും 2 തവണയായി KPCC അധ്യക്ഷൻ. 5 തവണയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. 2 തവണ നിയമസഭാ അംഗമായി. 82-ലെ K. കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മാറി നിന്നു. പിന്നെ രാജ്യസഭയിലേക്ക്. ഓർമ്മിക്കുന്നവരെല്ലാം സൗമ്യതയുടെ മുഖമുള്ള തെന്നലയെ സ്നേഹമുള്ള മനുഷ്യനായി മാത്രമാണ് അടയാളപ്പെടുത്തുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് KPCC പ്രസിഡന്റായി നിരവധി തവണ പ്രവർത്തിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ സ്വീകാര്യനായ, ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് നമുക്ക് തെന്നല സാറിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം തെന്നല സാറിനെ വിളിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരയവുണ്ടാകുമായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഒരു ഗുരുനാഥനായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം അടൂരിൻ്റെ MLA ആകുന്ന സമയത്ത് ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി അദ്ദേഹത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും പോകുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ മുഖമാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അദ്ദേഹം ഈ പാർട്ടിയെ എത്രമാത്രം ശക്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും സ്മരണീയമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. 2 പ്രാവശ്യം MLA ആയിരുന്നു. 2ാമത്തെ പ്രാവശ്യം വേദനാജനകമായൊരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തെ K. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ക്ഷണിക്കുകയും കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തി വരുന്ന വഴിക്ക് ആറ്റിങ്ങൽ വെച്ചൊരു മെസ്സേജ് കൊടുക്കുകയാണ്. വയർലെസ്. മന്ത്രി വേറൊരാളാണ്, രമേശാണ്. അദ്ദേഹം തിരിച്ചുപോയി. ഒരൊറ്റ അക്ഷരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉച്ചരിച്ചിട്ടില്ല. തൻ്റെ പ്രതിഷേധം ആരെയും അറിയിച്ചില്ല. എല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. 2001-ൽ 101 സീറ്റിൻ്റെ ഭൂരിപക്ഷം നേടി UDFനെ അധികാരത്തിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. പക്ഷേ 10 മിനിറ്റ് ആ KPCC പ്രസിഡന്റ് കസേര ഇരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഓട്ടോറിക്ഷയിൽ KPCCയുടെ വണ്ടി കൊടുത്തിട്ട് മടങ്ങിപ്പോയി. ഇത്ര നിഷ്കാമകർമ്മിയായ ഒരു നേതാവിന് നമുക്ക് കിട്ടത്തില്ല. നിഷ്കളങ്കമായ പെരുമാറ്റം, നിസ്വാർത്ഥമായ പ്രവർത്തനശൈലി, അദ്ദേഹത്തിൻ്റെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസ് പാർട്ടിയോടാണ്, മറ്റൊന്നുമില്ല. അങ്ങനെ സംഘടനാ രംഗത്തും പാർലമെൻറ്റ് രംഗത്തും ദീർഘകാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി നിന്ന വ്യക്തിത്വമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലാളിത്യം എന്ന നിലയിൽ ലാളിത്യത്തിൻ്റെ പര്യായമായി ശ്രീ തെന്നലയെ നമുക്ക് വിശേഷിപ്പിക്കാനാകും. സംഘടനാ രംഗത്തും പാർലമെൻറ്റ് രംഗത്തും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തോടു കൂടിയുള്ള ജനങ്ങൾക്കിടയിലുള്ള ഇടപെടലും ജീവിതത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. നാളെ രാവിലെ 10:30 വരെ വട്ടിയൂർക്കാവ് നെട്ടയത്തെ വസതിയിൽ പൊതുദർശനം. തുടർന്ന് KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കും. വൈകുന്നേരത്തോടെ തിരുവനന്തപുരം ശാന്തി കവാടത്തിലാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.